നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്പ ലീഗിലെ അവിശ്വസനീയമായതൊന്നും സംഭവിച്ചില്ല, അത്ഭുതകരമായിട്ടൊന്നും സംഭവിച്ചില്ല. ലിവർപൂൾ യൂറോപ്പ ലീഗിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദത്തിൽ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് അറ്റ്ലാന്റയെ തോൽപ്പിച്ചിരുന്നു. പക്ഷേ ആദ്യ പാദത്തിലെ കടം വീട്ടാൻ അത് മതിയാവുമായിരുന്നില്ല. ആൻഫീൽഡിൽ വെച്ച് ഏകപക്ഷീയമായ 3 ഗോളുകൾക്കായിരുന്നു ലിവർപൂൾ തോറ്റത്. രണ്ടാം പാദത്തിൽ ആ 3 ഗോളിൻ്റെ കടം വീട്ടണം. കളിക്ക് മുമ്പ് ക്ലോപ്പ് പറഞ്ഞിരുന്നത് മുമ്പ് ബാഴ്സലോണക്കെതിരെ ചാമ്പ്യൻസ് ലീഗിൽ ഇങ്ങനെ സംഭവിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളണമെന്ന്. പക്ഷേ തിരിച്ചുവരവിൻ്റെ സൂചനകൾ തുടക്കത്തിൽ നൽകി. 7ാമത്തെ മിനിറ്റിൽ മോസലയിലൂടെ അദ്ദേഹം പെനാൽറ്റിയിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ടീമിൻ്റെ തിരിച്ചുവരവ് എന്ന തോന്നലുണ്ടാക്കി. എന്നാൽ പിന്നീട് നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടും കളി മൊത്തത്തിൽ നിയന്ത്രിച്ചിട്ടും ഗോളിലേക്ക് പന്തെത്തിക്കാൻ ലിവർപൂളിന് കഴിയാതെ വന്നതോടെ മത്സരം 1-0 തന്നെ അവസാനിച്ചു. അഗ്രിഗേറ്റ് നോക്കുമ്പോൾ 3-1 ലിവർപൂൾ തോറ്റു പുറത്തായിരിക്കുന്നു. സെമിഫൈനലിലേക്ക്, യൂറോപ്പ ലീഗിൻ്റെ സെമിഫൈനലിലേക്ക് അറ്റ്ലാന്റ കടക്കുമ്പോൾ ഇംഗ്ലീഷ് ക്ലബ്ബുകളൊന്നും യൂറോപ്പ ലീഗിൻ്റെ സെമിയിലില്ല. ചാമ്പ്യൻസ് ലീഗിലും അത് തന്നെയാണ് അവസ്ഥ. ഒറ്റ ഇംഗ്ലീഷ് ടീമും സെമിഫൈനലിലില്ല. യൂറോപ്പ ലീഗിൻ്റെ സെമിഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് മാഴ്സേ വേഴ്സസ് അറ്റ്ലാന്റ പോരാട്ടം, അതുപോലെ റോമ വേഴ്സസ് ബയർ ലെവർക്യൂസൻ പോരാട്ടം. ലെവർക്യൂസൻ അവരുടെ അപരാജിത കുതിപ്പ് തുടരുകയാണ്, വെസ്റ്റ് ഹാമിനെ മറികടന്നിരിക്കുന്നു. അതേസമയം മാഴ്സേ ബെൻഫിക്കയെ മറികടന്നാണ് സെമിയിലേക്ക് കടക്കുന്നത്. റോമ മിലാനെ തോൽപ്പിച്ചുകൊണ്ടാണ് സെമിയിലേക്ക് കടന്നിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.